തൈറോയ്ഡ് അസുഖത്തെ നമുക്ക് പൊതുവായിട്ട് 4 ആയിട്ട് തിരിക്കാം. ഫസ്റ്റ് വൺ ഈസ് ഹൈപ്പോതൈറോയിഡിസം. തൈറോയ്ഡ് ഹോർമോൺസ് കുറഞ്ഞിരിക്കുന്ന ഒരു കണ്ടീഷനാണ്. സെക്കൻഡ് വൺ ഈസ് ഹൈപ്പർ തൈറോയിഡിസം. തൈറോയ്ഡ് ഹോർമോൺസ് കൂടുതലായിട്ട് വരുന്ന കണ്ടീഷൻ. തൈറോയിഡിന്റെ പ്രാഥമിക ടെസ്റ്റുകളായിട്ടുള്ള T3, T4 ആൻഡ് TSH ചെയ്ത് നോക്കണം. ഫ്രീ T3 ആൻഡ് ഫ്രീ T4 ആണ് കുറച്ചുകൂടെ അക്യുറേറ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. ഇതിൽ TSHന്റെ വാല്യൂ കൂടുതലായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസ് ആയിരിക്കും. TSHന്റെ വാല്യൂ കുറവായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസ് ആയിരിക്കും. തേർഡ് വൺ എന്ന് പറഞ്ഞാൽ ഹഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്, ഗ്രേവ്സ് ഡിസീസ് പോലുള്ള ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങളാണ്. അത് നമുക്ക് TPO ആൻറ്റിബോഡി, TSH റിസപ്റ്റർ ആൻറ്റിബോഡി അല്ലെങ്കിൽ തൈറോഗ്ലോബുലിൻ ആൻറ്റിബോഡീസ് ഒക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങളുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുക. ഫോർത്ത് വൺ എന്ന് പറയുന്നത് മുഴകളാണ്. തൈറോയ്ഡ് മുഴകൾ, തൈറോയ്ഡ് ഗോയിറ്റേഴ്സ് എന്ന് പറയുന്ന മുഴകളാണ്. ഇതിൽ തന്നെ ബിനൈൻ ആയിട്ടുള്ള ക്യാൻസറസ് അല്ലാത്ത കണ്ടീഷൻസ് ഉണ്ട്, ക്യാൻസറസ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ട്. സിമ്പിൾ ഗോയിറ്റേഴ്സ് ആവാം, മൾട്ടിനോഡുലാർ ഗോയിറ്റേഴ്സ് ഉണ്ട്, കൊളോയിഡ് ഗോയിറ്റേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ക്യാൻസറസ് ആയിട്ടുള്ള മുഴകളുണ്ട്. ഇതിന്റെ പ്രാഥമിക ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് USG നെക്ക്, അതായത് നെക്കിന്റെ ഭാഗത്ത് ഒരു സ്കാനിങ് ചെയ്ത് നോക്കിയാലാണ് നമുക്ക് അത് മനസ്സിലാവാൻ പറ്റും മുഴകളുടെ സൈസും കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ FNAC ബയോപ്സി എന്നുള്ള രീതിയിലേക്കൊക്കെ പോകേണ്ടി വരും. തൈറോയ്ഡ് അസുഖങ്ങളുടെ ലക്ഷണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. എന്ത് ടെസ്റ്റാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ള ഡോക്ടറുടെ കൺസൾട്ടേഷൻ വഴി നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യുക. തൈറോയ്ഡ് അസുഖങ്ങളിൽ ഹോമിയോപ്പതിയിൽ വളരെ ഫലപ്രദമായ ചികിത്സയുണ്ട്.